എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമ്മളെല്ലാവരും വിചാരങ്ങളുള്ളവരാണ്, ചിന്തകളുള്ളവരാണ്, ആശങ്കകളുള്ളവരാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആങ്സൈറ്റി, ആഗണി, പിന്നെന്തോ ടെൻഷൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. തിരുവചനം പറയുന്നു അങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ചും നമ്മൾ ഭാരപ്പെടാൻ പാടില്ല. നമ്മൾ കൂടുതലും ഭാരപ്പെടുന്നത് എന്ത് തിന്നും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഭാരപ്പെടുന്നത്, എന്ത് ഉടുക്കും എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ ഭാരപ്പെടുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് വലിയ കാര്യങ്ങൾ. ഉടുക്കുന്നത്, കഴിക്കുന്നത് ഒക്കെയാണ് വലിയ കാര്യങ്ങൾ. എന്നാൽ കർത്താവ് പറയുകയാണ് ഇതൊന്നും അല്ല വലിയ കാര്യം. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് അതിൽ വലുതാണ്. നമുക്ക് ജീവൻ തന്നത് ആരാണ്? ദൈവം. ജീവൻ തന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ആരാണ്? ദൈവം. ആമേൻ. നമുക്ക് ജീവൻ തന്നത്, നമുക്ക് ശരീരം തന്നത് ആരാണ്? ദൈവമാണ്. ഒരു വയസ്സുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ജനിച്ച ഒരു കുട്ടി, അതിന് കുറച്ച് നീളമേ കാണത്തുള്ളൂ, കുറച്ച് ഉയരമേ ഉള്ളൂ. ആ കുട്ടി അതേ രൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഭാരമായി തീരും. നമുക്ക് മാതാപിതാക്കൾക്ക് മാത്രമല്ല, ദൈവത്തിനും വലിയ ഭാരമായി തീരും. അതുകൊണ്ട് പ്രായത്തിനനുസരിച്ച് അതിന്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയോ ശരീരഘടന അനുസരിച്ച് ഈ കുട്ടി വളർന്നു വലുതാകുന്നത് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. എന്നാൽ ഇത് ആക്ച്വലി ആരാണ് ചെയ്യുന്നത്? ദൈവമാണ് ചെയ്യുന്നത്. നമുക്ക് ജീവൻ തന്നത് ദൈവമാണ്. നമുക്ക് വായു അല്ലെങ്കിൽ ശ്വാസം, ഓക്സിജൻ, വെള്ളം, ഇതൊക്കെ തരുന്നത് ആരാണ്? ഓക്സിജൻ വെള്ളം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതല്ല. മനുഷ്യരെ നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുന്നതേ ഉള്ളൂ. ഇത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന സാധനമല്ല, അത് ദൈവമാണ് സൃഷ്ടിക്കുന്നത്. വായു സൃഷ്ടിക്കാൻ ആർക്ക് കഴിയും? നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെന്നാൽ വായു അവിടെ ആർട്ടിഫിഷ്യലി ഓക്സിജനൊക്കെ തരും. പക്ഷെ അതിന് എത്ര രൂപ കൊടുക്കണം? നമ്മൾ എത്രയോ ഉയർന്ന വില നമ്മൾ അതിന് കൊടുക്കണം. എന്നാൽ ഒരു വർഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്തുമാത്രം ഓക്സിജനാണ് ശ്വസിച്ചത്, എത്രയോ അല്ലെങ്കിൽ വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡില് വേണ്ടാത്ത അത് എത്രയോ പുറത്തോട്ട് തള്ളിയത്, ഇതൊക്കെ ചെയ്തു. ഓക്സിജൻ ഇങ്ങോട്ട് വരുന്നു, മറ്റേ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നു. ഈ ഒരു സൈക്കിള്, ഇത് രണ്ടും ഒരേ സ്ഥലത്തൊക്കെ തന്നെയല്ലേ നിൽക്കുന്നത്. എന്നാൽ അതിനെ ശുദ്ധീകരിക്കാനൊക്കെ സഹായിക്കുന്നത് ദൈവമാണ്. എനിക്ക് സയൻസ് അധികം അറിയാൻ മേത്തമാണ് ഞാൻ ഒത്തിരി പറയാത്തത്. വല്ല ഹിസ്റ്ററിയോ വല്ലാതെ ഞാനിപ്പോ തകർക്കായിരുന്നു, പോട്ടെ. അതുകൊണ്ട് ഇതിങ്ങനെ ബാലൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ദൈവമാണ് സഹായിക്കുന്നത്. നമ്മുടെ കോശങ്ങൾ എണ്ണം കൂടുന്നെന്നാണ് പറയുന്നത്. ഒരു കോശം 2 ആയി, 4 ആയി, 8 ആയി, 16 ആയി, 32 ആയി, അതിങ്ങനെ വളരുന്നു. അത് ആ പ്രായത്തിനനുസരിച്ച്, ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് വളരുവാൻ സഹായിക്കുന്നത് ആരാണ്? ദൈവമാണ്. ഇതൊക്കെയും ചെയ്യുന്ന ദൈവം നമ്മളെപ്പറ്റി വിചാരപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ശരീരവും എന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കാൻ നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റിയൊക്കെ വിചാരപ്പെടുന്നത്? ആമേൻ. അതുകൊണ്ട് വിചാരപ്പെടരുത്. പറഞ്ഞിട്ടെല്ലാവരും വിചാരപ്പെടരുത്. ആകയാൽ വിചാരപ്പെടരുത്. ആകയാൽ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് വിചാരപ്പെടരുതെന്നാണ് അർത്ഥം. ആകയാൽ വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി. ഞാൻ പറയുന്നു, നിങ്ങൾ തന്നെ പറയുന്നു, അങ്ങനെ ബൈബിള് പറയുന്നു, നമ്മുടെ ചുറ്റുപാടും എല്ലാവരും അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് കേൾക്കട്ടെ. ആകയാൽ വിചാരപ്പെടരുത്. നമ്മളെല്ലാവരും ഓരോ വിഷയങ്ങളിൽ വിചാരപ്പെട്ടിട്ടുള്ളവരും വിചാരപ്പെടുന്നവരും വിചാരിച്ചേക്കാവുന്നവരുമാണ്, അല്ലയോ? എന്നാൽ ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാനൊരു വെറും ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. സ്കൂളിൽ വലിയ ബുദ്ധിമാനൊന്നും ആയിരുന്നില്ല. ഞാൻ പഠിച്ച സ്കൂളില് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ആളുകളിൽ ഒരാളായിരുന്നു ഞാൻ, മാർക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കിയാല്. അന്ന് ഹൈറ്റ് കുറവല്ല. അന്ന് അസംബ്ലിക്കൊക്കെ ഏറ്റവും മുന്നേ നിൽക്കുന്ന ഞാനായിരുന്നു. പിന്നെ ഹൈറ്റ് ഒക്കെ വന്നു സ്കൂളിൽ പഠിക്കും. അപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ്. അന്ന് ഈ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടിയെങ്കിൽ ഒരു നല്ല കോളേജിൽ ഒക്കെ അഡ്മിഷനൊക്കെ കിട്ടത്തുള്ളൂ. സയൻസ് ഒക്കെ എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് വേണം, അല്ലെങ്കിൽ പിന്നെ നോക്കണ്ട. പിന്നെ ഒരു 5000 രൂപയോ 10000 രൂപയോ ഡൊണേഷൻ കൊടുത്ത് പഠിപ്പിക്കാനുള്ള നിർവാഹമൊന്നും എന്റെ മാതാപിതാക്കൾക്കില്ല. ഞാൻ തന്നെ ഓരോ ദിവസം കഴിയുന്ന രാവിലെ 4 മണിക്ക് പോയി റബ്ബർ വെട്ടാൻ പോയി ഒക്കെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിതനായിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എന്റെ തലേ കയറത്തില്ല. അന്നത് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഞാൻ ഓൾറെഡി ഒരു മനുഷ്യന് ചെയ്യാവുന്ന അത്രയും ജോലി ചെയ്തിട്ടാണ് സ്കൂളിലോട്ട് ഓടി ചെല്ലുന്നത്. പിന്നെ അവിടെ ടീച്ചേഴ്സ് പറയുമ്പോൾ പിന്നെന്താ, പിന്നെ വിശ്രമിക്കാനുള്ള സമയമില്ലയോ? എടാ, ഒരു പണിയും ചെയ്യാത്ത പിള്ളേർ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നു. പിന്നെ ഇത്ര പണിയും ചെയ്ത് പോകുന്നു ഞാൻ ഉറങ്ങുന്ന അതിശയം. അത് ക്ലാസ്സിലൊക്കെ ഇരുന്ന് സൂപ്പറായിട്ട് ഉറങ്ങും. ഇനി ഉറങ്ങിയില്ല തന്നെ മറ്റു ബുദ്ധിയുള്ള പിള്ളേരെ പോലെ പഠിക്കാനെന്നുള്ള കഴിവില്ല എനിക്കില്ല. പിന്നെ എനിക്ക് വേറൊരു വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. എന്റെ ഉപ്പാപ്പന്റെ മോൻ എന്റെ സെയിം പ്രായമാണ്. അപ്പം അവന് പ്രത്യേകിച്ച് പണിയൊന്നുമല്ല വീട്ടിൽ. അവൻ നല്ലപോലെ പഠിക്കും. വീട്ടിലിരുന്ന് പഠിച്ച് അവന് ഭയങ്കര മാർക്ക് കിട്ടും. അവന് കിട്ടുന്ന മാർക്ക് 50ൽ 45 കിട്ടും. എനിക്ക് ആ സമയത്ത് കിട്ടുന്ന 20, 18 എനിക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് വീട്ടിലോട്ട് വരുമ്പോ വീട്ടിലിങ്ങനെ നിൽക്കുക, ഗർജനമായിട്ട് നിൽക്കുക, നീ അവനെ നോക്കി പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇതും കൂടെ അങ്ങോട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ആകപ്പാടെ
പക്ഷെ ഇതിന്റെ കാരണം എനിക്ക് ശാരീരികമായിട്ട് അത്രയും അവരെ പോലെ ഗ്രാസ്പ് ചെയ്യാൻ കഴിവില്ലാത്തതാണെന്നുള്ളത് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. അത് പോട്ടെ. അപ്പൊ ഞാനിങ്ങനെ SLC പരീക്ഷയൊക്കെ എഴുതി എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടത്തില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാം, ടീച്ചേഴ്സിനും അറിയാം, മാതാപിതാക്കൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നാലും എനിക്കൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് കിട്ടണം. കിട്ടിയെങ്കിലേ കോളേജിൽ പോകാൻ പറ്റൂല, അല്ലെങ്കിൽ എന്റെ പഠിത്തം ഇതും കൊണ്ട് തീരുന്നു. പിന്നെ വല്ല പ്ലംബിങ്ങോ വയറിങ്ങോ ഒക്കെ പഠിച്ച് അതിലെങ്ങാണോ ഒക്കെ ഒതുങ്ങി കൂടാനേ പറ്റൂ. എന്നാലും ഞാൻ വളരെ പ്രാർത്ഥിച്ചു. ദൈവം എനിക്കൊരു ദർശനം തന്നു. എനിക്ക് 391 മാർക്ക് കിട്ടുമെന്ന്. 391 ഫസ്റ്റ് ക്ലാസ്, 360 മതി ഫസ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരാളൊരു ബൈബിൾ ഗിഫ്റ്റ് ചെയ്തു. ഞാൻ ഒത്തിരി ഉപവസിക്കും, എനിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഒത്തിരി ഉപവസിക്കും. ഇതുവരെ ഉപവസിച്ചിട്ടില്ലാതെ 15-16 വയസ്സുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല, എല്ലാവരും ഉപവസിച്ച് തുടങ്ങിക്കണം. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉപവാസം തുടങ്ങിയതാണ്. അതുകൊണ്ട് എല്ലാവരും ഉപവസിച്ചോണം. ദൈവം ആരോഗ്യമൊക്കെ തരും, പേടിക്കണ്ട. മാർക്കും തരും. ഇനി മാർക്ക് തന്നില്ലല്ലോ സാരമില്ല, അതാ ഞാൻ പറയാൻ വരുന്നത്. അപ്പം ആ ബൈബിൾ ഗിഫ്റ്റ് കിട്ടിയ ബൈബിളിന് 391 പേജ് എടുത്തു വെച്ചിട്ട് ഞാൻ എഴുതി, ദിസ് ഈസ് ദ മാർക്ക് ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് മീ. അത്ര ഇംഗ്ലീഷിൽ പറയാറിയത് മലയാളത്തിൽ എഴുതി വെച്ചു. ഇത്രയുമാണ് എനിക്ക് ദൈവം തരാൻ പോകുന്ന മാർക്ക് എന്നൊക്കെ 391 പേജിൽ എഴുതി വെച്ചു. ഞാൻ അത് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് PG വർഗീസിന്റെ പ്രസംഗം കേൾക്കും, നിങ്ങൾ അവകാശം പറഞ്ഞ് ദർശനം കണ്ട് വിഷൻ കണ്ട് പ്രാർത്ഥിക്കണം, എഴുതി വെച്ചെന്നൊക്കെ പറഞ്ഞ് ഞാനതെല്ലാം ചെയ്തു. ഡയറി എടുത്ത് എല്ലാം എഴുതി വെച്ചൊക്കെ ചെയ്തു. അവസാനം റിസൾട്ട് വന്നു. അപ്പൊ ഈ റിസൾട്ട് ഇന്നത്തെ പോലല്ല. അന്ന് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഒരാളുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്, അതായത് പിയൂണോ ആരെങ്കിലും ആയിരിക്കും, അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അവരൊരു ചോദ്യം ചോദിക്കും, അതായത് ഇത്രയും ലിസ്റ്റ് എത്ര 10, 1000, 1500, 2000 പിള്ളേരുടെ ലിസ്റ്റിനകത്ത് നോക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് അവർ ചോദിക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ കിട്ടും എന്ന് പറഞ്ഞാൽ അവർ ആ ഫസ്റ്റ് ക്ലാസിന്റെ ലിസ്റ്റിൽ നോക്കും. സെക്കൻഡ് ക്ലാസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അല്ല സെക്കൻഡ് ക്ലാസിന്റെ നോക്കും. അല്ലെങ്കിൽ ഇത്രയും നോക്കണ്ടേ? ഇല്ല, മൊത്തം നോക്കിയാൽ വലിയ പ്രയാസമില്ല. അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു ഫസ്റ്റ് ക്ലാസ് കിട്ടും. ഞാൻ പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടും നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ക്ലാസ് നോക്കിയപ്പോ പേര് ഇല്ല. അപ്പം ചോദിച്ചു സെക്കൻഡ് ക്ലാസ് കിട്ടുമോ? ഞാൻ പറഞ്ഞു സെക്കൻഡ് ക്ലാസ് തന്നാ പിന്നെ അതിനകത്ത് നോക്കാൻ പറഞ്ഞ. സെക്കൻഡ് ക്ലാസ് നോക്കി അതിനകത്തും ഇല്ല. പുള്ളി അങ്ങ് ചൂടായി എന്നോട്. നീയൊക്കെ സമയങ്ങളെ എനിക്കോട് വന്നേക്കാം, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞു. എന്നാൽ ഡിസ്റ്റിങ്ഷൻ നോക്കാന്നൊക്കെ പറഞ്ഞ് ചൂടായി. ഏതായാലും പുള്ളി തേർഡ് ക്ലാസ് നോക്കിയിട്ട് അതിനകത്തുണ്ട്. തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 300-ൽ താഴെ 210-ന് മുകളിൽ. ആ സമയത്തുള്ള ഏറ്റവും മണ്ടമാർക്ക് കിട്ടുന്ന മാർക്കാണ് 210-ഉം അതിന് മുകളിലോട്ടും. ഒരുമാതിരി പഠിക്കുന്നവർക്ക് 300-ഉം അതിന് മുകളിലോട്ടും കിട്ടുന്നത്. നല്ല മണ്ടമാർക്ക് കിട്ടുന്നതാണ് ഈ മാർക്ക്. പിന്നെ തോക്കുന്നവരുണ്ട്. ഞാൻ പഠിച്ച ക്ലാസ്സിലൊന്നും തോക്കാൻ ആരും ഇല്ലായിരുന്നു, കാരണം എല്ലാം പഠിക്കുന്നവരാണ്. അപ്പം ഞാൻ അതുകൊണ്ട് വീട്ടിൽ വന്ന് ഞാൻ വലിയൊരു ഭൂകമ്പം പ്രതീക്ഷിച്ചാ വന്നത്. ആരും ഒന്നും പറഞ്ഞില്ല, കാരണം ജയിക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ കോളേജിൽ ഏതായാലും അഡ്മിഷന് കൊടുത്തു. ആ അഡ്മിഷൻ കൊടുത്താൽ അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതായാലും ഒരെണ്ണം കൊടുത്തേക്കാന്ന് പറഞ്ഞ് കൊടുത്തു. ഭാഗ്യം പോലെ സയൻസ് ഗ്രൂപ്പിനോ കൊമേഴ്സ് ഗ്രൂപ്പിനോ ഒന്നും എന്റെ പേര് വിളിച്ചില്ല. ഏറ്റവും അവസാനം ആർക്കും വേണ്ടാത്തതാണ് തേർഡ് ഗ്രൂപ്പ് ഹിസ്റ്ററി. ആർക്കും വേണ്ടാത്തതാ. എനിക്ക് ഹിസ്റ്ററിയോട് ഇച്ചിരി ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പം കിട്ടുന്ന അതേലും ആട്ടെ എന്ന് വെച്ച് ഞാനങ്ങോട്ട് പോയി. അവിടെയും വിളിച്ചില്ല. പക്ഷെ അവർ ഒരു ഹോപ്പ് തന്നിരുന്നു, ഇനി ഒന്നുകൂടെ വിളിക്കും. അതായത് തേർഡ് ഗ്രൂപ്പിൽ വരാത്ത ചിലർ കാണും, അപ്പൊ ആ വേക്കൻസിയിൽ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കിയിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞു. വീണ്ടും ഒരു കാർഡും കൂടെ വീട്ടിൽ വന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു, വിളിച്ചു. ഏറ്റവും അവസാനത്തെ ആളായിട്ട് എന്നെ വിളിച്ചു. എനിക്ക് തേർഡ് ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടി. ഇനി വേറൊരു കാര്യം കേൾക്കണം, തേർഡ് ഗ്രൂപ്പിൽ കിട്ടിയിട്ട് ആ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കൻ ഞാനായിരുന്നു. എന്താന്ന് വെച്ചാല് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമായിരുന്നു. എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. അവിടെ ഒരെണ്ണത്തിന് ഇംഗ്ലീഷ് വായിക്കാനും അറിയത്തില്ല, എഴുതാനും. മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്നവന്മാർ എല്ലാം പൊട്ടന്മാരെ, എന്നെ പോലെ തന്നെ. അപ്പം ഏതായാലും കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ. ഇനിയിപ്പോ നല്ല ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടിയായിരുന്നു ഞാൻ സയൻസ് ഗ്രൂപ്പിന് പോയാൽ, നിങ്ങൾക്ക് കേൾക്കണോ, സയൻസ് ഗ്രൂപ്പിൽ പോയായിരുന്നു ഞാൻ ഒരിക്കലും ജയിക്കത്തില്ലായിരുന്നു. അന്ന് പ്രീ ഡിഗ്രി കൊണ്ട് എന്റെ പഠിത്തം നിന്ന് പോയതിന് ഒരിക്കലും ജയിക്കത്തില്ല. അന്ന് നമ്മുടെ ചർച്ചിലുള്ള എന്റെ പ്രായത്തിലുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവന് ഈ SC/ST ഇതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആ സമയത്ത് രക്ഷിക്കപ്പെട്ടതാ. അപ്പൊ അവന് SC/ST കോട്ടയിൽ അവൻ എന്നെക്കാളും മാർക്ക് കുറവാ. എന്നിട്ടും അവന് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി. അവൻ പഠിച്ചു. പ്രീ ഡിഗ്രിയോടുകൂടി അവന്റെ പഠിത്തം നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിച്ചു, നല്ല മാർക്കോടുകൂടി ജയിച്ചു. അപ്പൊ ഞാനിവിടെ പറയാൻ വന്ന ഒരു വിഷയം എന്താന്ന് ചോദിച്ചാല്, ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നു എന്ന് വരത്തില്ല. എന്നാലും ദൈവം അതിനപ്പുറത്ത് മറ്റൊരു വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, ദർശനം കിട്ടി എന്ന് ഞാൻ വിചാരിച്ച മാർക്കിനേക്കാളും 100 മാർക്ക് കുറവായിരുന്നു എനിക്ക് കിട്ടിയത്. അതായത് എനിക്ക് കിട്ടിയത് 287 മാർക്ക്. ആരും ഇത് ഓർത്തിരിക്കരുത്, ദയവ് ചെയ്ത് എല്ലാവരും മറന്നേക്കണം. 287 മാർക്ക്. സെക്കൻഡ് ക്ലാസ്സിനേക്കാൾ ഒരു 13 മാർക്ക് കുറവേ ഉള്ളൂ. സാരമില്ല, എന്നാലും 13 മാർക്കല്ല, 1 മാർക്കായാലും തേർഡ് ക്ലാസ് തന്നെയാ. അപ്പം അങ്ങനെ ആ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചെന്നു. അപ്പൊ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കൻ ഞാനായതുകൊണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന ആളെ ഞാനായതുകൊണ്ട് സാർമാർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സാർമാർ ശരിക്കും എന്നെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിള്ളേരൊന്നും ക്ലാസ്സിൽ കയറത്തില്ല, ഞാൻ നന്നായിട്ട് ക്ലാസ്സിൽ കയറും. കാരണം കയറിയില്ല, ടീച്ചേഴ്സ് നോട്ട് ചെയ്യും. അതുകൊണ്ടാണ്
എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എല്ലാ ക്ലാസ്സിലും കയറും. അവസാനം പ്രീ ഡിഗ്രിയുടെ റിസൾട്ട് വന്നപ്പം കമ്പാരിറ്റീവ്ലി നല്ലൊരു റിസൾട്ട് ആയിരുന്നു എനിക്ക് കിട്ടിയത്. SSLC പോലെ ക്ഷീണിച്ചു പോകുന്ന റിസൾട്ട് അല്ലായിരുന്നു ഇത്. നല്ലപോലെ ഞാൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു ആ സമയത്തൊക്കെ നല്ലപോലെ. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും മറ്റൊരു നിലയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. 391 മാർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മാത്സ് ഗ്രൂപ്പോ സയൻസ് ഗ്രൂപ്പോ പഠിക്കാൻ പോകുമായിരുന്നു. എന്റെ പഠിത്തം അവിടെ കൊണ്ട് തീരുമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. തേർഡ് ഗ്രൂപ്പിൽ ഏറ്റവും ലാസ്റ്റ്, ആർക്കും വേണ്ടാത്ത ഗ്രൂപ്പാ, അത് പഠിച്ചു. അതുകൊണ്ട് പ്രീ ഡിഗ്രി നല്ല മാർക്കോടുകൂടി ജയിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഒത്തിരി മാർക്ക് SLCക്ക് കിട്ടിയിട്ട് പ്രീ ഡിഗ്രിക്ക് തോക്കുന്നതാണോ നല്ലത്, കുറച്ച് മാർക്ക് SLCക്ക് കിട്ടിയിട്ട് പ്രീ ഡിഗ്രി ജയിക്കുന്നതാണോ നല്ലേ? നിങ്ങൾ പറ. നിങ്ങൾക്കാർക്കും പറയാനില്ല, ഞാൻ പറയാം ജയിക്കുന്നത് തന്നെയാണ് നല്ലത്. ആമേൻ. പ്രീ ഡിഗ്രിക്ക് ജയിച്ചു. ആ സമയത്ത് BA ലിറ്ററേച്ചറിന് പോകണമെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു. കാരണം എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് BA ലിറ്ററേച്ചറിന് പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. ഒരേ ഒരു റീസൺ, BA ലിറ്ററേച്ചർ പഠിക്കണമെങ്കിൽ കോഴഞ്ചേരി കോളേജ് പോകണം. കോഴഞ്ചേരി സെന്റ് തോമസിൽ. എനിക്ക് റാന്നി കോളേജ് പഠിക്കാൻ ഇഷ്ടമാണ്. കാരണം ടീച്ചേഴ്സുകൊണ്ടൊക്കെ ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു. അവർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടം. മിടുക്കനല്ലേ, തേർഡ് ഗ്രൂപ്പിലെ മിടുക്കനല്ലേ, മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. ആ സമയത്താണ് എനിക്ക് ഈ സാഹിത്യത്തോടൊക്കെ കുറച്ച് താല്പര്യം, മലയാളത്തിൽ എഴുതാനും ഒക്കെ തുടങ്ങിയത് ആ സമയത്താണ്. അത് കഴിഞ്ഞ് ഏതായാലും കോഴഞ്ചേരി കോളേജിൽ പോയി. അവിടെ പപ്പായെ ഒരു തരത്തിൽ കൺവിൻസ് ചെയ്തു. അവിടെ ഞാൻ പഠിച്ചില്ല. റാന്നി കോളേജ് വന്ന് ചേർന്നു. അവിടെ അങ്ങനെ ICPFന്റെ ലീഡറായി കോളേജിൽ സുവിശേഷ പ്രവർത്തനം തുടങ്ങി. ആമേൻ. ഒത്തിരി ചാൻസസ് അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു. കുഴപ്പമൊന്നുമില്ലാതെ ഡിഗ്രി നല്ല മാർക്കോടുകൂടി ഡിഗ്രി ജയിച്ചു. BA ഹിസ്റ്ററിയും ജയിച്ചു. ഹിസ്റ്ററിയാണ് പഠിച്ചത്. BA ഹിസ്റ്ററി നല്ല മാർക്കോടുകൂടി ജയിച്ചപ്പം എന്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് MA ഹിസ്റ്ററിക്ക് പോവാം. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജേർണലിസത്തിന് പോകും. ഞാനപ്പം ഒരുമാതിരി ആർട്ടിക്കിളൊക്കെ എഴുതുകയും മാസികകളിലൊക്കെ എഴുതുകയും ഒക്കെ ചെയ്ത് പത്രങ്ങളൊക്കെ വായിക്കും. അപ്പൊ ഞാൻ ആ രീതിയിലൊരു എന്റെ ഒരു വര തെളിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ജേർണലിസ്റ്റ് ആണോ. അതിനുവേണ്ടി പത്രത്തിൽ കണ്ട ഒരു പരസ്യം വെച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ജേർണലിസം PG ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാൻ എല്ലാവരും പ്രാർത്ഥിച്ചു അവിടെ ചെന്നു. ഒരു തരത്തിൽ അത് ഒപ്പിച്ചു. അപ്പം ട്രിവാൻഡ്രം പ്രസ് ക്ലബിൽ ജേർണലിസം പഠിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ MLA മാരുമായിട്ടും മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ സ്ഥിരമായിട്ട് ഇത് ചെയ്യാനുള്ള അവരുമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ ഒത്തിരി ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ കിട്ടും. അപ്പൊ അവിടെ പഠിക്കുന്ന നല്ലൊരു കാര്യം തന്നെയല്ല, PG ഡിപ്ലോമയും കിട്ടും. അപ്പം വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് 10,000 രൂപ ഫീസ് കൊടുക്കാൻ എന്റെ ഫാദറിന് ഇല്ലാത്തത് കൊണ്ട് ആ സ്വപ്നം അവിടെ പൊലിഞ്ഞു. ടെസ്റ്റൊക്കെ എഴുതി നന്നായിട്ട് പോയി ഇതൊക്കെ ചെയ്തു. പക്ഷെ നടന്നില്ല. അങ്ങനെ ജേർണലിസം എന്ന് പറയുന്ന പരിപാടിയും അവിടെ അവസാനിച്ചു. ഞാൻ പോയി MAക്ക് ചേർന്നു. MA ഹിസ്റ്ററിക്ക് ചേർന്നു. അതിനിടയ്ക്ക് മറ്റൊരു അവസരം മനോരമയിൽ നിന്ന് വന്നു. മനോരമയില് അവിടെ ജേർണലിസം പഠിക്കാനുള്ള ഒരു അവസരം വന്നു. മനോരമയിൽ പോയി. കിട്ടുമെന്ന് വളരെ പ്രതീക്ഷിച്ചു. പക്ഷെ ഭാഗ്യം പോലെ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ മനോരമയിലെ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റായിട്ട് ഞാൻ ഇന്ന് ഒതുങ്ങിയതിനെയും. ഏതായാലും അത് കിട്ടിയില്ല. അതെങ്ങനെയാന്ന് പറയാം, 10 പേരെ എടുക്കുന്നതിന് 500 പേരാണ് ടെസ്റ്റ് എഴുതുന്നത്. പിന്നെ എങ്ങനെ കിട്ടാൻ? നമ്മളല്ല അത്ര മിടുക്കലാണ് ഈ 10 പേരിൽ ഒരാളാകാനൊക്കെ. നമ്മൾ ബാക്ക് ബെഞ്ചില്ലയോ. അത് കിട്ടിയില്ല. അതും നന്നായി. ആ സമയത്താണ് ഞാൻ മ്യൂസിക്കലി ഒത്തിരി ഡെവലപ്മെന്റ് ഉണ്ടായത്. ആ സമയത്ത് MAക്ക് പോയി ചേർന്ന സമയത്ത് ഇഷ്ടംപോലെ ഇതുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ബേസ് ഗിറ്റാറിസ്റ്റായി ആ സമയം കൊണ്ട്. അപ്പൊ ദൈവം ഒരു ജേർണലിസ്റ്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നെ ജേർണലിസ്റ്റ് ആക്കിയതേ ഇല്ല. ആ രീതിയിലോട്ട് എന്റെ ദൈവം എനിക്ക് ഒരു ഇതും തന്നില്ല. പക്ഷെ അതേസമയം മ്യൂസിക്കിൽ ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ആകുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ചർച്ചിൽ നല്ല കൊയറുണ്ട്, ഇല്ലയോ? കൈ താളത്തിനടിക്കാൻ കഴിവുള്ള ഒരാൾ പോലും ഇല്ലെങ്കിലും പാസ്റ്റർ കൈ താളത്തിനടിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനൊരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് എത്ര പേർക്ക് ഗുണം ഉണ്ടാകുന്നില്ലയോ? എല്ലാവർക്കും, സഭയ്ക്ക് മുഴുവൻ ഗുണമായില്ലേ ഞാൻ മ്യൂസിഷ്യൻ ആയതുകൊണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ CD ഒക്കെ ഇറക്കും. നിങ്ങൾക്ക് ഇച്ചിരി ഭാരമാകും. ഈ CD ഒക്കെ വരാനുള്ള കാരണം എന്താണെന്നറിയാം, ഞാൻ ജേർണലിസ്റ്റ് ആകാഞ്ഞത് കൊണ്ടാണ്. അപ്പൊ ജേർണലിസ്റ്റ് ആകാഞ്ഞത് ദൈവത്തിന്റെ പ്രവൃത്തിയാണോ? നിങ്ങൾ ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടണ്ട. ദൈവം അതിൽ ശ്രേഷ്ഠമായത് കരുതും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അതിലും ശ്രേഷ്ഠമായ ചിലത് കരുതും നമുക്ക് വേണ്ടി. വ്യത്യസ്തമായ വഴികളിലൂടെ കാണുന്നവർ ഒരു പക്ഷെ ചിന്തിക്കും, അയ്യോ ഇത് തെറ്റിപ്പോയല്ലോ, അവൻ നല്ലപോലെ പഠിക്കുന്നവനായിരുന്നു എന്നിട്ട് അവന് മാർക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനായിരുന്നു അവന് കുറച്ചുകൂടി മാർക്ക് കിട്ടി, അവനെങ്കിലും ഒന്ന് ഗുണം പിടിച്ചേനെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല. ഹല്ലേലൂയ. അതിലൊന്നും അല്ല കാര്യം. എനിക്ക് കർത്താവ് പറയുന്നത്, എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വിചാരപ്പെടുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, സാരമില്ല. നമുക്കത് കിട്ടിയില്ലേലും സാരമില്ല. ദൈവം നമുക്ക് വേണ്ടി
അതിലുപരിയായി ഒന്ന് കരുതും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പരീക്ഷകൾക്കൊക്കെ ഞാൻ തോക്കുകയോ കിട്ടാതിരിക്കുകയോ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് ദൈവവുമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു റിലേഷൻ, ഞാൻ വലിയ ഭക്തനൊന്നും അല്ലായിരുന്നു, തീപ്പൊരിയൊന്നും ആയിരുന്നില്ല, വലിയ അന്യഭാഷ പറയുന്നത്. എനിക്കന്ന് അന്യഭാഷ ഇല്ലായിരുന്നു, ഞാൻ അന്യഭാഷ ഒന്നും വിശ്വസിക്കുന്നുമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിട്ടൊക്കെയാണ് നടന്നതെങ്കിൽ പോലും എനിക്ക് ദൈവത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, ദൈവത്തോടൊരു സ്നേഹം എനിക്കുണ്ടായിരുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നതിനുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഉപവസിക്കുന്നത് ദൈവത്തോടൊരു സ്നേഹം ഉള്ളപ്പോഴില്ലേ? ദൈവത്തോടൊരു സ്നേഹമില്ല, ഉപവസിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ദൈവത്തോടൊരു സ്നേഹം ഉണ്ടായിരുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ആമേൻ. അതുകൊണ്ട് ഞാൻ ഉപവസിക്കുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കോളേജിലൊക്കെ പ്രെയർ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുമായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്റെ കൂടെ ഇരുന്ന് പഠിച്ച ആളാ അടുത്ത പത്തനംതിട്ട ജില്ലയിലെ MP ആയിട്ട് മത്സരിക്കാൻ പോകുന്ന ആള്. ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു. റോഷൻ എന്ന പേര്, ഭയങ്കര കൂട്ടാ, എന്റെ പ്രായമുള്ളൂ. അവൻ ഭയങ്കര അച്ഛന്റെ മോനെ ഭയങ്കര രാഷ്ട്രീയമായിട്ടൊക്കെ നടന്നപ്പോൾ ഞാൻ അവിടെ ചെറിയ ICPF എന്ന് പറഞ്ഞ പ്രെയർ ഗ്രൂപ്പുമായിട്ടൊക്കെ നടന്നു. അവിടെ പിള്ളേരെ സുവിശേഷം അറിയിക്കുകയും ചെയ്ത്. കുഞ്ഞുങ്ങളെ, എന്റെ മുന്നേരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം, നിങ്ങൾക്ക് കോളേജിൽ അവസരം കിട്ടും, നിങ്ങൾക്ക് എല്ലാത്തിനും അവസരം കിട്ടും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്തെ ഇതൊക്കെ അനുസരിച്ച് ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവസരമൊക്കെ കിട്ടും. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടും, ആർട്സ് ഫെസ്റ്റിവലിന് ഡാൻസ് കളിക്കാൻ അവസരം കിട്ടും. നിങ്ങൾക്ക് എന്തോ കഴിവുണ്ടോ ഇതെല്ലാം കോളേജിൽ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടും. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ യേശുവിനെ പറ്റി ഒരാളോട് പറയാൻ കിട്ടുന്ന അവസരം നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളോട് പറയുന്നത് സ്വർഗത്തിൽ നിന്നും പൊട്ടി വന്ന ഒരു വലിയ ദൂതനായതുകൊണ്ടൊന്നും അല്ല. നിങ്ങളുടെ പാസ്റ്റർ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ച ഒരാളെന്ന് നിലയ്ക്കാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന ചാൻസസ് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. കോളേജിൽ ഒരാളെ പഠിക്കാൻ ദൈവം അയച്ചാൽ, ദൈവം അയക്കുന്നത് പഠിച്ച് ഡിഗ്രി മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് വലിയ ആളാകാനൊന്നുമല്ല. അതൊക്കെ സ്വന്തം രാജ്യം അന്വേഷിക്കുകയാണ്. ദൈവം ഒരാളെ പറ്റി അന്വേഷിക്കുന്നത് അവിടെ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവരാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് അവിടെ ജയിച്ചത് ഞാനും വേറെ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ജയിച്ചത് ക്ലാസ് 2 പേരെ ജയിച്ചുള്ളൂ, 80 പേര് പഠിച്ചതാ. എന്താ സംഭവിച്ചെന്നറിയാമോ? ബാക്കിയുള്ളവരെല്ലാം ചീത്തയും പറഞ്ഞ് കള്ളും കുടിച്ച്, ബോയ്സ് എല്ലാം കള്ളു കുടിച്ച്, ഗേൾസ് എല്ലാം ബോയ് ഫ്രണ്ടുമായിട്ട് നടക്കും. ബോയ്സ് എല്ലാം കള്ളു കുടിച്ച് അതിലേ നടക്കും. കുറെ പേര് രാഷ്ട്രീയം കൊണ്ട് നടക്കും, കുറെ പേര് തല്ല്, അടി, ഇങ്ങനെയുള്ള മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് പരിപാടികൾ കൊണ്ട് നടക്കും. എന്നാൽ പഠിക്കാനോ പ്രാർത്ഥിക്കാനോ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ നമ്മൾ വിജയിക്കും. കുഞ്ഞുങ്ങളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. 1 പ്രാർത്ഥിക്കണം, 2 പഠിക്കണം. ഇത് 2 ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുകയില്ല, പഠിക്കുകയില്ല. അല്ല, ഞാൻ പിള്ളേരെ പറ്റിയ പ്രായമുള്ളവരുടെ കാര്യമല്ലേ. പ്രായമുള്ളവരൊക്കെ പഠിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, ഭയങ്കര മിടുക്കന്മാരുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ദൈവമേ എന്നെ പരീക്ഷയ്ക്ക് ജയിക്കാൻ അനുവദിക്കണേ, പരീക്ഷയ്ക്ക് ജയിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കണേ. ബി ക്ലോസ് ടു ഗോഡ്. ബി ക്ലോസ് ടു ഗോഡ്. ദൈവം ഉണ്ടല്ലോ, ദൈവം നമ്മുടെ അടുത്ത് വന്നിങ്ങനെ നമ്മളെ ഒന്ന് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകണം. കോളേജ് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ചില ആൺപിള്ളേർ പെൺപിള്ളേരെ കയ്യെ പിടിച്ചോണ്ട് നടക്കുന്ന കാണാം. കുറെ നാളെ നടക്കത്തുള്ളൂ, പിന്നെ എവിടെയെങ്കിലും തോട്ടിലോട്ട് വലിച്ചെറിഞ്ഞു പോകും. പിന്നെ വേറെ കുറെ പേര് കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. വേറെ കുറെ പേര് കമ്പനി കൂടി ചീട്ടുകളി അതുപോലുള്ള ഉടായ്പ പരിപാടികളോട് നടക്കുന്നത് കാണാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവന്മാരുടെ കൂടെ നടക്കാനൊന്നുമല്ല. ഇവന്മാരെ കണ്ടല്ല നമ്മൾ പഠിക്കരുത്, ഒന്നും പഠിക്കരുത്. ഇവന്മാരെ നോക്കി അവരെല്ലാം നാശത്തിലേക്കുള്ളവരാണ്, അവര് ലജ്ജിക്കും അവസാനം. കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് ആരെ നോക്കിയാണെന്ന് ചോദിച്ചാൽ ക്യാമ്പസുകളിൽ വിജയിച്ചവരെ നോക്കി പഠിക്കണം, ദൈവമക്കളെ നോക്കി പഠിക്കണം. മറ്റുള്ളവർക്ക് പഠിക്കത്തക്ക ഒരു പത്രമായിട്ട് കുഞ്ഞുങ്ങൾ മാറണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാം സ്തോത്രം ചെയ്താട്ടെ. പഠിക്കുന്നവരെ എൽദോസ് ഉൾപ്പെടെ സ്തോത്രം ചെയ്താട്ടെ. എൽദോസ് പഠിച്ച് കഴിഞ്ഞാന്ന് പറഞ്ഞ് സാറായിട്ടിരിക്കുക അവനിപ്പം വലിയ നേഴ്സല്ലയോ. നമ്മൾ ക്യാമ്പസുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈ റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം വന്ന് ഈ സ്റ്റുഡൻസ് എല്ലാം എന്നോട് പറയുന്നൊരു പാസ്റ്ററുകളെ പ്രാർത്ഥിക്കണം കേട്ടോ. എന്തിനാ? നാളെ റിസൾട്ട് വരും. എടാ ഇപ്പൊ അത് ഓൾറെഡി പ്രിന്റ് ചെയ്ത് അവിടെ വെച്ചേക്കുക. പിന്നെ നമ്മളിപ്പോ പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം? പ്രാർത്ഥിക്കേണ്ടത് റിസൾട്ട് വരുന്നതിന്റെ തലേദിവസം അല്ല, പരീക്ഷ എഴുതുന്നതിന്റെ തലേദിവസം അല്ല. തുടക്കം തൊട്ടേ പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല. അതിപ്പോ 360 ദിവസവും 360 ദിവസവും ഉടായിപ്പ്, ബാക്കി 5 ദിവസം പ്രാർത്ഥന. നോ നടക്കുകയില്ല. നമ്മൾ തോറ്റുപോയാലും സാരമില്ല.
ദൈവവുമായിട്ടൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ദൈവം അവിടെ നിന്ന് പുതിയൊരു വഴി തുറക്കാൻ മതിയായവനാണ്. ഞാൻ ഇത്തരം കാര്യം കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അറിയാതെ അങ്ങ് പറഞ്ഞു പോയത്. എന്റെ ഹൃദയം കുഞ്ഞുങ്ങളുടെ ഹൃദയമായതുകൊണ്ട് ഞാൻ ഈ കൂടുതൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. പ്രായമുള്ളവരോട് പറയാം, നമ്മൾ ചില പ്രൊജക്റ്റുകൾ നമ്മൾ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിപ്പാളീസായി. സാരമില്ല, അതിൽ നിന്നൊരു പുതിയ വഴി തുറക്കാൻ ദൈവത്തിന് സാധിക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ എന്റെ CD പുറത്തു വരേണ്ടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി, ഇന്ന് ഈ ഫെബ്രുവരി അല്ല, ഇതിപ്പോ 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുറത്തു വരേണ്ടതായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി അവസരങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ അവസരങ്ങളും മാറിപ്പോയി. അവസരങ്ങൾ ഒന്നൊന്നായിട്ട് മാറി, മുന്നൊന്ന് മാറി പോകുന്നു. വളരെ വിഷമത്തോടെ ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം CD കൈകെട്ടിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് റിലീസ് ചെയ്യത്തക്ക ഒരവസരവും എന്റെ മുമ്പിൽ ഇല്ല എന്നും ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് CD പുറത്തു വരുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കാരണം ഞാൻ പ്രസംഗിക്കില്ലയോ, വിചാരപ്പെടരുതെന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ പിന്നെ എങ്ങനെ വിചാരപ്പെടുന്നത്? അതുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പ്രവർത്തിക്കണം, ദൈവം പ്രവർത്തിച്ചാലേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പിന്നെ അതിന്റെ താഴോട്ട് പറയുന്നത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമയം കഴിയാറായി. 26 ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? അതിനു മുമ്പ് പറയുന്നു, പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? വിചാരപ്പെടുന്നത് കൊണ്ട് ആകെയുള്ള 5 അടി നീളത്തിൽ നിന്ന് ഒരു ഇഞ്ച്, 1 സെന്റിമീറ്റർ, മില്ലിമീറ്റർ കൂട്ടുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മൾ വിചാരപ്പെട്ടാൽ നമുക്ക് പല രോഗങ്ങളുണ്ടാകും. അൾസർ, സെറിബ്രൽ ത്രോംബോസിസ്, ഇങ്ങനെയുള്ള പല രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പല രോഗങ്ങൾക്കും കാരണമാണ് ഈ വറി കോസസ് ബെറി എന്നൊക്കെ പറയത്തില്ലേ. അതുകൊണ്ട് വിചാരപ്പെടരുത്, നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിക്കണം. 1 മുഴം നീളം കൂട്ടുവാൻ നമുക്ക് സാധിക്കില്ല. ഞാനൊരു സാരി മേടിച്ചു. സാരിക്ക് ആകെ വേണ്ടിയത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല, 5 അടിയാണെന്നിരിക്കട്ടെ. 5 അടിയില്ല 4.25 ഉള്ളു. അയ്യോ, പൈസ പോയല്ലോ എന്ന് വിചാരപ്പെടണ്ട. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവിടെയും അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പൊ ചോദിക്കും, സാരി നീണ്ടു വരുമെന്ന് ചോദിക്കും. ചിലപ്പോ അത് സംഭവിച്ചിരിക്കും. ആമേൻ. ഒരു ഉപദേശി ഒരിടത്ത് നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചു, ഈ ഇസ്രായേൽ മക്കൾ കടന്നുപോയത് റെഡ് സീ അല്ല, അത് റീഡ് സീ ആയിരുന്നു. റീഡ് സീ എന്ന് പറഞ്ഞാൽ, റീഡ് എന്ന് പറയുന്ന ചെടിയാ. അപ്പൊ ചെടി തെറഞ്ഞു നിൽക്കുന്ന ചള്ളയുള്ള ഒരു സ്ഥലത്തിനാണ് ഈ റീഡ് സീ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ഒരു മുട്ടിന്റെ അവിടം വരെയൊക്കെ വെള്ളം കാണും, അത്രേ ഉള്ളൂ. അതിനകത്തൂരാണ് ഇസ്രായേൽ മക്കൾ കടന്നുപോയതെന്ന് ഒരു ഉപദേശി പ്രസംഗിച്ചപ്പം അവിടെ ഇരുന്ന ഒരു അമ്മച്ചി എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു, ഓ മുട്ടോളം വെള്ളത്തിൽ ഫറവോനെ സൈന്യത്തെ മുക്കിക്കൊന്ന ദൈവത്തിന് സ്തോത്രം. ഇത്രയും ചിരി പോരല്ലോ. അമ്മച്ചി പറഞ്ഞ കൊണ്ടായിരിക്കും. ഇതുവല്ല സയന്റിസ്റ്റോട് വല്ല പറയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലയോ. അപ്പൊ ദൈവത്തിന് അതും അവിടെയും പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. ആമേൻ. ദൈവത്തിന് ഏതൊരു കാര്യം, സാരിയുടെ നീളമില്ലായിരിക്കാം ഒരുപക്ഷെ നമുക്ക് നീളമില്ലായിരിക്കാം. നല്ലൊരു കല്യാണം വന്നു, നീളത്തിന്റെ പ്രശ്നത്തിൽ മാറിപ്പോയി, നമ്മൾ വിചാരപ്പെട്ടിട്ട് എന്ന കാര്യം? തിരുവചനം പറയുന്നു, വിചാരപ്പെടരുത്. കാരണം വിചാരപ്പെട്ടാലും അത് മാറ്റുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് തിരുവചനം പറയുകയാണ്. 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ. ഒരു ചെറിയ ചേഞ്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ നമ്മൾ പോരാത്തവരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ വിചാരങ്ങൾ മാറും, നമ്മുടെ വിഷമങ്ങൾ മാറും. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതില്ല. അതുകൊണ്ടാണ് ചില പിള്ളേർ പഠിക്കത്തുമില്ല, പ്രായമുള്ളവർ ജോലിയും ചെയ്യത്തില്ല ചിലർ. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ചെടി എന്നും, ഒരു റോസപ്പൂ, ഒരു ലോട്ടസ് അല്ലെങ്കിൽ ഒരു ജാസ്മിൻ, എന്താണ് മുല്ലപ്പൂ, ഒരു പൂ നമുക്ക് എടുത്തിട്ട് നോക്കാം, എത്ര മനോഹരമാണ്. ഇതിന്റെ മനോഹാരിത എവിടെ നിന്ന് കൊണ്ടുവന്ന ഈ ചെടി? റോസപ്പൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ മുള്ളും ഒക്കെ നിറഞ്ഞ് പച്ച ഇലയൊക്കെ ഉള്ള, ഇത് ആർക്കും തൊടാൻ പോലും പറ്റാത്ത തണ്ടിൽ നിന്ന് അതിന്റെ അറ്റത്ത് വന്നപ്പോൾ ഒരു റോസപ്പൂ. ആ റോസപ്പൂ എത്ര മനോഹരമാണ്. അതിന്റെ ഇതള് കയ്യിലെടുത്താൽ എത്ര സ്വീറ്റ് ആണ് അത് തൊടാൻ. അത് കണ്ടാൽ അതിന്റെ സൗന്ദര്യം നമ്മളൊന്ന് പിടിച്ച് അമർത്തിയാൽ ആ അമർത്തിയ പാടോടെ കാണും. ഇതൊന്ന് മണപ്പിച്ചാൽ എത്ര മണമാണ് എന്നൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി വിശദീകരിക്കാം. ഇതിന്റെ സൗന്ദര്യം ഈ റോസ എവിടുന്ന് കൊണ്ടുവന്ന? റോസ എങ്ങൊന്നും കൊണ്ടുവന്നതല്ല, അതിന് ദൈവം കൊടുത്തതാണ്. റോസയ്ക്ക് ആ സൗന്ദര്യം, ആ മണം, ആ അട്രാക്ഷൻ, ആ മനോഹാരിത ദൈവം കൊടുത്തതാണ്. ശലോമോൻ തന്റെ ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും ആഡംബരത്തിന്റെ അത്യുച്ച കോടിയിൽ ശലോമോൻ ഇറങ്ങി തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്നാലും ഈ ഒരു റോസപ്പൂവിന്റെ അത്ര സൗന്ദര്യം ശലോമോൻ ഇല്ലെന്ന തിരുവചനത്തിൽ പറയുന്നത്.
ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആൾ ആരാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളിനെ മുന്നോട്ട് നിർത്ത്. എന്നിട്ട് ആ ആളിനെയും ഒരു റോസപ്പൂവിനെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഏതിനാണ് സൗന്ദര്യം കൂടുതൽ? ഈ സൗന്ദര്യം ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ആള് എത്രയോ രൂപ മുടക്കിയാണ് ആ സൗന്ദര്യം അത്രയും വരുത്തി വെച്ചേക്കുന്നത്, ഇല്ലേ? ഒന്ന് വെയിലടിച്ചാൽ ആ സൗന്ദര്യം മുഴുവൻ ഇങ്ങനെ അങ്ങ് പോകും. എത്രയോ രൂപ മുടക്കിയ സൗന്ദര്യം. എന്നാൽ റോസപ്പൂ എത്ര രൂപ മുടക്കിയേ? ഇനി ആരെങ്കിലും മുടക്കിയാൽ തന്നെ വല്ല മനുഷ്യരുമായിരിക്കും മുടക്കിയേ. റോസ എത്ര രൂപ മുടക്കിയേ? ഒന്നും മുടക്കിയിട്ടില്ല. ശരിയാണോ? റോസയ്ക്ക് വേണ്ടി ഇപ്പൊ ആരെങ്കിലും പറയുമായിരിക്കും ഞാൻ വളം ഇട്ടില്ല. ആരാ വളം ഇട്ടത്? റോസയാണോ വളം ഇട്ടത്? റോസമ്മയായിരിക്കും വളം ഇട്ടത്. റോസ ചെടിയല്ല വളം ഇട്ടത്. ആമേൻ. അതൊന്നും ചെയ്തില്ല. അതിന് ദൈവം ചുമ്മാ സൗന്ദര്യം കൊടുത്തു. കാരണം എന്താന്ന് ചോദിച്ചാൽ, അതിങ്ങനെ മുകളിലേക്ക് ചിറക് വിടർത്തി നിന്നാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നത് പോലെ റോസപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് മനോഹരമായിട്ട്. അപ്പൊ നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഒരു കാറ്റടിച്ച് ഇങ്ങനെ ആടുമ്പോൾ, നമ്മുടെ ശരീരം ഒന്ന് കുലുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ കുലുങ്ങുന്നതിനോടൊപ്പം ചിലർ അറിയാതെ കുലുങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കുലുങ്ങുമ്പോൾ ദൈവത്തിന് മഹത്വം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ സൗന്ദര്യമുണ്ട്, വലിയ ചൈതന്യമുണ്ട്, വലിയ ഉന്മേഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉന്മേഷം ഇല്ലാതിരിക്കുന്ന എപ്പോഴെന്നറിയാമോ? ചെടി വാടി നിൽക്കുമ്പോഴേ ഉന്മേഷം ഇല്ലാതെ. വിടർന്നു നിൽക്കുന്ന ഒരു പൂവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഉന്മേഷം ഉണ്ടായിരിക്കും. താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ നമ്മൾ താഴോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോടെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ, അപ്പം ദൈവം ഈ റോസപ്പൂവിന് സൗന്ദര്യം കൊടുക്കുന്നത് എത്ര ദിവസത്തേക്കാ? 50 വർഷത്തേക്കാണോ? അല്ലെങ്കിൽ 5 വർഷത്തേക്കാണോ? 1 ദിവസമോ 2 ദിവസമോ ഒക്കെ മാത്രമേ ഉള്ളൂ ഈ റോസാപ്പൂ. അങ്ങനെ ഒരു ചെറിയ പീരീഡിന് വേണ്ടി മാത്രമുള്ള ഒരു റോസാപ്പൂവിന് ദൈവം ഇത്രത്തോളം സൗന്ദര്യം കൊടുക്കുമെങ്കിൽ ഒരു 50 വർഷം ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യന് വേണ്ടി ദൈവം എത്ര കെയർ ആയിരിക്കും കൊടുക്കുന്നത്? ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത് അനർത്ഥം വ്യസനത്തിന് കാരണമാകത്തില്ലെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം ഏത് അനർത്ഥം വരുത്തിയാലും അത് വ്യസനത്തിന് കാരണമാകത്തില്ല. ഒരു വെയിലടിച്ചപ്പോൾ ഒന്ന് വാടിയെന്നേ ഉള്ളൂ, പിന്നീട് വെയിൽ മാറുന്നുണ്ട് വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി വരും. 2 ദിവസമോ 1 ദിവസമോ ജീവിച്ചിരിക്കേണ്ട ഒരു പൂവിന് 4 മണിപ്പൂ ഒക്കെ കുറച്ച് സമയമേ ഇരിക്കത്തുള്ളൂ. എത്ര മനോഹരം അല്ലേ 4 മണിപ്പൂ. കുമാരനാശാന്റെ വീണപൂ ഇല്ലയോ? വീഴുന്ന പൂവിന്, ആ 4 മണിപ്പൂവിന് ഇത്രത്തോളം സൗന്ദര്യം ദൈവം കൊടുത്തെങ്കിൽ ഒരു മനുഷ്യന് എത്രത്തോളം കെയർ ആണ് ദൈവം കൊടുക്കുന്നത്. ദൈവമക്കളെ, നമ്മളെ എത്രത്തോളം സൗന്ദര്യത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ വീണ്ടും എന്താ ആലോചിക്കുന്നത്? ദൈവം തന്നത് പോരാ, ഇനിയും വേണം, ഇനിയും സൗന്ദര്യം വേണം, ഇനിയും ഭക്ഷണം വേണം. പണ്ടത്തെ ആളുകളൊക്കെ കിട്ടുന്ന എല്ലാം കഴിക്കുമായിരുന്നു. ഇപ്പൊ അറിവ് കൂടിപ്പോയതുകൊണ്ട് എല്ലാവരും എല്ലാം കഴിക്കുകയല്ല, കിട്ടുന്നത് കുറച്ചൊക്കെ കഴിക്കുള്ളൂ. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ വളരുന്നുണ്ട്, എല്ലാവരും കൈ കിട്ടുന്ന എല്ലാം തിന്നും. അത് 80 വയസ്സുള്ള 90 വയസ്സായാലും കിട്ടുന്ന എല്ലാം തിന്നും. ഇന്നത്തെ ആൾക്കാർ അങ്ങനെ കഴിക്കുകയല്ല. എന്താ കാര്യം എന്നറിയാമോ? അന്ന് ജോലി ചെയ്യുമായിരുന്നു, ഇന്ന് ജോലി ചെയ്യത്തില്ല, ചുമ്മാ മടിച്ച് വീട്ടിലിരിക്കും. എന്നിട്ട് 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് വയറും ഒക്കെ വീർത്ത് നടക്കാനൊന്നും വയ്യാതെ ഞാൻ നടക്കുക. പിള്ളേരൊക്കെ നല്ലപോലെ നടക്കുകയും ജോലി ചെയ്യുക. ഇപ്പോൾ പിള്ളേരെ ഒന്നും മാതാപിതാക്കൾ നടത്തത്തില്ല. അത് വലിയ ദുരിതമാണ് കേട്ടോ, വലിയ ദോഷമാണ് അത്. പ്രായമുള്ളവരൊക്കെ സ്കൂളിൽ പോകുന്നത് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ നടന്നായിരുന്നു. ഞാൻ ചർച്ചിൽ പോകുന്നത് 3.5 കിലോമീറ്റർ നടന്നായിരുന്നു ഒരു സമയത്ത്. അന്ന് നമ്മുടെ ചർച്ച് കുറച്ച് ദൂരെ ആയിരുന്നതുകൊണ്ട് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നടക്കും. ഇന്ന് ആരെങ്കിലും നടക്കുമോ? അങ്ങനെ ഒറ്റ മനുഷ്യർ നടക്കുമോ? അതുപോലെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഉടുപ്പൊക്കെ ഇട്ട് വെള്ള ഉടുപ്പൊക്കെ, അന്ന് വെള്ള ഉടുപ്പ് ഇടാൻ പറ്റും ചെറിയ പ്രായത്തില്, വിശുദ്ധന്മാരല്ലേ എല്ലാം. വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് മഞ്ഞത്തോടെ നടക്കുക. ഇന്ന് പിള്ളേരും എല്ലാം മഞ്ഞത്തോട്ടിറങ്ങിയാൽ നമ്മൾ എന്താ പറയുക? മഞ്ഞത്തിറങ്ങി നിൽക്കുക. അവൻ രാവിലെ എവിടെ പോകും? ആരാധനയ്ക്ക് നീ ഇപ്പം പോണം, ഞാൻ നിന്നെ കാറെ കൊണ്ടുവിടാം എന്ന് പറയും. ഞാനും പറയുന്നത് അങ്ങനെ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമൊക്കെ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വി കെയർ അബൌട്ട് അവർ ബോഡി. നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒത്തിരി കെയർ ചെയ്യുന്നവരാ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. ആമേൻ. 20 വയസ്സാകുമ്പോഴേ കുടവയറൊക്കെ ചാടി. ഇപ്പോഴത്തെ ചില പിള്ളേർക്ക് 20 വേണ്ട, ഒരു 8 വയസ്സ് 10 വയസ്സാകുമ്പോഴത്തേക്ക് ഇങ്ങനെ നടക്കാൻ വയ്യാത്ത പോലെ. എന്റെ ഈ വയറില്ലായ്മയ്ക്ക് കാരണം എന്താണെന്നറിയാമോ? ചെറിയ പ്രായത്തിലൊക്കെ നല്ലൊരു ജോലി, ഇപ്പൊ ചെറുപ്പമൊക്കെ വയറ് ചാടും മടി കൂടുമ്പോൾ. നമ്മൾ നടക്കത്തില്ല, പിള്ളേർ ബസ്സേ കയറത്തില്ല, പിള്ളേർ ജോലി ചെയ്യത്തില്ല. എന്തോരം ജോലി ചെയ്യാൻ വന്നാൽ നീ വേണ്ട, നീ അവിടെ പോയിട്ട് പഠിച്ചാൽ മതി, നീ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന് പറഞ്ഞു വിടും. ഓക്കെ, ഞാനത് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരപ്പെടുന്നത് ഒരു കൊച്ചു വീട്ടിൽ വന്ന് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ അതിന്റെ പഠനത്തെ അങ്ങ് ബാധിക്കുമോ, ഉഴപ്പിപ്പോകുമോ എന്നാണ് നമ്മുടെ പേടി. മാതാപിതാക്കളുടെ പേടിയാണ് ഞാനീ പറഞ്ഞത്. മക്കൾക്കത് തണലും. പിന്നെ വീട്ടിലോട്ട് കയറണ്ട. മക്കൾ പിന്നെ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയ പിന്നെ മാതാപിതാക്കൾ അവളെ ഫുൾ ടൈം പഠിക്കായിരുന്നു. അതുകൊണ്ട് അവൾക്കൊന്നും അറിയത്തില്ല അടുക്കള ചെയ്യാൻ എന്ന്. നല്ലപോലെ കുക്ക് ചെയ്യുന്ന ഡോക്ടർമാരും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ,
അതുകൊണ്ട് ഒന്നിനെപ്പറ്റിയും നമ്മൾ വിചാരപ്പെടരുത്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വിചാരിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വക ഒക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊക്കെ അന്വേഷിക്കുന്നത് ആരാണ്? ലോകജാതികളാണ്. നമ്മളെന്ത് തിന്നുമെന്ന് അന്വേഷിക്കുന്നുള്ളൂ, എന്ത് കുടിക്കുമെന്ന് അന്വേഷിക്കുന്നത് ലോകജാതികളായില്ലേ? ഓക്കെ, ലോകജാതികൾ അന്വേഷിക്കുന്നത് എന്ത് കുടിക്കുമെന്നാണ്. ഒരിക്കലൊരു പോട്ടെ, പറയുന്നില്ല, സാരമില്ല, നിങ്ങൾക്കത് മനസ്സിലാകില്ല. ഈ വക ഒക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ലോകത്തിലുള്ള ആളുകൾ ഇതൊക്കെ അന്വേഷിച്ചു പോകുന്നു, എന്നാൽ നമ്മുടെ ദൈവം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന് അറിയുന്നു. അങ്ങനെ ദൈവം നമുക്ക് കൊണ്ടെത്തുന്നു. ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ശിശു 1 വയസ്സോ അതിൽ താഴെയുള്ള ശിശുവിന് പോയി അന്വേഷിച്ച് ജോലി ചെയ്ത് ശമ്പളം വീട്ടിൽ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ചെലവിന് വേണ്ടി അതിന്റെ അപ്പനറിയാം അതിന് ആഹാരം വേണമെന്ന്, അതിന്റെ അമ്മയ്ക്കറിയാം അതിന് എന്തോ ആഹാരം വേണമെന്ന്. അവരത് സമയത്ത് ഇഷ്ടംപോലെ കൊടുത്തോളും. അത് ഇഷ്ടംപോലെ കഴിച്ചേച്ചാൽ മാത്രം മതി ഒരു ശിശുവിന് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും സമയത്ത് കൊണ്ടുതരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതാണ് നമ്മുടെ ദൈവം നമ്മളോട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി വിചാരപ്പെട്ട് 1 വയസ്സുള്ള കൊച്ചവിടെ കിടന്ന് പറയും, പപ്പ എങ്ങനെ ഇന്ന് ചോറ് കൊണ്ടുവരും, എങ്ങനെ ഇന്ന് അരി കൊണ്ടുവരും, അമ്മ എങ്ങനെ എനിക്ക് പാല് കാച്ചിത്തരും എന്നൊന്നും കുഞ്ഞിനെ സംബന്ധിച്ചോളം ഇതൊന്നും പ്രശ്നമല്ല. ഈ തലമുറയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രായമുള്ളവർക്കും ഇതൊന്നും വിഷയമൊന്നുമല്ല. ആമേൻ. എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ അപ്പൻ അതിന്റെ അമ്മ ഇതെല്ലാം കൊടുക്കും എന്ന് പറയുന്നത് പോലെ ദൈവവും നമുക്കിതെല്ലാം കൊണ്ടുത്തരും. വിചാരപ്പെടുന്നതിനാൽ 1 മുഴം നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല. വിചാരപ്പെടുന്നത് ലോകജാതികളാണ്, ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തെ അറിഞ്ഞവർ വിചാരപ്പെടുകയില്ല, അവർക്ക് ഭാരമില്ല. ആമേൻ. കാരണം ദൈവം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന് അറിയുന്നു. എന്നിട്ട് പറയുകയാണ് 33-ാം വാക്യം, നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ എന്നാ പറയുന്നത്. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. എളുപ്പമാണോ? നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. അവിടെ നമുക്കൊരു ആത്മീയമായ അർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്കുള്ളത് വിറ്റ്, അതായത് ചിലർ പറയാറുണ്ട് എനിക്ക് ഒത്തിരി പൈസ കിട്ടിയിട്ട് ഞാൻ കൊടുക്കാമെന്ന്. അങ്ങനെ കൊടുക്കാൻ ആരും നോക്കിയിരിക്കണ്ട. നമ്മളൊരു നഷ്ടം സഹിച്ചു വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ, സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ. ഒരു നഷ്ടം സഹിച്ചു വേണം നമ്മൾ കൊടുക്കാൻ. എനിക്കിഷ്ടം പോലെ പൈസ ആയിട്ട് ഞാൻ കൊടുക്കാം. 10,000 രൂപ കിട്ടുന്ന ഒരാളിനോട് ചോദിക്കുക, നമ്മൾ ദശാംശം കൊടുത്തായിരുന്നു എന്ന് വെച്ചാൽ, ഇല്ല പാസ്റ്റർ, ദശാംശം കൊടുക്കാനും വീട്ടിലെ കാര്യം തന്നെ നടക്കുന്നില്ല, ഇച്ചിരി ഒരു ഇൻക്രിമെന്റ് കിട്ടിയിട്ട് ഞാൻ ദശാംശം അല്ല ഇത് തീർത്തങ്ങിട്ടേക്കാം, അടുത്ത മാസം ഇൻക്രിമെന്റ് 20,000 രൂപ ശമ്പളം ചോദിച്ചു, ദശാംശം കൊടുത്തു, പാസ്റ്റർ ഞാൻ 1,000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത്ര ഉള്ളു പാസ്റ്റർ. ഇല്ല, എടാ കഴിഞ്ഞ മാസം വരെ 10,000 രൂപ അങ്ങോട്ട് സുഖമായിട്ട് ജീവിച്ചു, ഇപ്പൊ 20,000 കിട്ടിയപ്പോ തികയുന്നില്ല, ഇനി കുറെ നാൾ കഴിഞ്ഞപ്പോ ശമ്പളം 50,000 ദശാംശം കൊടുത്തോ? ഇല്ല പാസ്റ്റർ, 5,000 രൂപ ഇപ്പൊ ചർച്ചിന് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ 2,000 രൂപ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാ കൊടുത്തത്. നമ്മുടെ ബുദ്ധിമുട്ട് മാറത്തില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് നമുക്കൊക്കെ ഒത്തിരി കിട്ടിയിട്ട് കൊടുക്കാൻ ആരും നോക്കിയിരിക്കണ്ട, ഇല്ലായ്മയിൽ നിന്ന് വേണം കൊടുക്കാൻ. വിധവ കൊടുത്ത് 2 കാശ് കർത്താവിന് ഇഷ്ടപ്പെട്ടത്, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അവസാനത്തില് കർത്താവിന് അത് ഇഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താണെന്നറിയാമോ? വിധവ കൊടുത്തത് തന്റെ ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ആയിട്ട് ഞാൻ കൊടുക്കാം, ഇപ്പോൾ ഉള്ളതെല്ലാം മക്കളെ പഠിപ്പിക്കാനും ഒരു വീട് മേടിക്കാനും കുറച്ചുകൂടെ നല്ലൊരു വണ്ടി, ബൈക്കോ കാറോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് സഭയ്ക്ക് കൊടുക്കാൻ എനിക്ക് ഇപ്പം ഇല്ല എന്ന് ആരും ചിന്തിക്കേണ്ട. എല്ലാം കിട്ടിയിട്ട് നിങ്ങൾ കൊടുക്കുകയും വേണ്ട, കാരണം ഇതൊക്കെ തരുന്നത് ദൈവമാ. അങ്ങനെ കൊടുക്കുകയും വേണ്ട. കർത്താവ് പറയുന്നത് നിങ്ങൾക്കുള്ളത് വിറ്റിട്ട് കൊടുക്കാനാ പറയുന്നത്. എളുപ്പമുള്ള കാര്യമാണോ? അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ഓർത്തോണം, എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് കൊടുക്കാൻ ആരും ഇരിക്കണ്ട, എന്റെ കാര്യങ്ങൾ ഓക്കെ അല്ലേലും കൊടുത്തേ പറ്റൂ. അതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. ദശാംശം എന്ന് പറഞ്ഞാല് ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലർ ദശാംശം കൊണ്ട് അങ്ങ് നിർത്താറുണ്ട്. പുതിയ നിയമത്തിൽ ദശാംശത്തിന് വ്യവസ്ഥയൊന്നും ഇല്ല. ദശാംശം അല്ല കൊടുക്കേണ്ടത്, പുതിയ നിയമത്തിൽ കൊടുക്കേണ്ടത് വിറ്റും കൊടുക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് കാര്യങ്ങൾ നടക്കുന്നത് വരെയും നമ്മൾ കൊടുക്കണം. സഭയുടെ ആവശ്യങ്ങൾ എത്രത്തോളം നടക്കുന്നോ അത്രത്തോളം കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ. എനിക്ക് ശമ്പളമൊക്കെ ഒന്ന് കൂടട്ടെ, പിള്ളേരെല്ലാം ഒന്ന് സെറ്റിലാകട്ടെ, എന്നിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ആരും ഇരിക്കണ്ട. ദൈവവചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്ന് കൊടുക്കുമ്പോഴാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ബുദ്ധിമുട്ടിൽ നിന്ന് കൊടുക്കണം. ആമേൻ. ആരെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തു. ഇനി ആരെങ്കിലും സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ? കൂടുതൽ കൊടുത്തു. ദൈവം അനുഗ്രഹിക്കും. അതാണ് ദൈവത്തിന് ഇഷ്ടവും. അതാണ് ദൈവത്തിന് ഇഷ്ടം. ഇപ്പം എനിക്ക് ഒരു കിഡ്നിയേ ഉള്ളൂ,
അല്ലെങ്കിൽ എനിക്ക് 2 കിഡ്നി ഇല്ല, വേറൊരാൾ വന്ന് എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ എന്റെ 1 കിഡ്നി തരാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സാക്രിഫൈസാ. ആ കിഡ്നിയുടെ സ്ഥാനത്ത് 2 കിഡ്നി ഉള്ളപ്പോൾ ഒരാൾ വേണ്ടെന്ന് വെക്കുകയോ എന്ന് പറയുന്നത് പോലെ, അപ്പൊ നമ്മൾ പറയൂ അത് ഭയങ്കര സാക്രിഫൈസ് ആയി പോയല്ലോ എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ കർത്താവ് ഇഷ്ടപ്പെടുന്നതും ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കാനാ. ഇനി ഹോപ്പില്ല, അപ്പോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കാനാ. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി കിഡ്നി കൊടുത്തെന്ന് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. അതൊരു വലിയ സാക്രിഫൈസാ. നമ്മളൊക്കെ പറയില്ലയോ അയാളുടെ ഒരു കിഡ്നി കൊടുത്തില്ല, ആരും കൊടുക്കാതിരിക്കുന്ന സ്ഥാനത്ത് അയാൾ കൊടുത്തു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് വേണം കൊടുക്കാൻ. ആമേൻ. നമ്മൾ നഷ്ടം സഹിച്ചു വേണം കൊടുക്കാൻ, നഷ്ടപ്പെടുത്തി വേണം കൊടുക്കാൻ. എനിക്കൊരു കാറുണ്ട്, സഭയിൽ ഒരു ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ കാറ് നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് കൂടുതൽ കൊടുപ്പ്. അല്ലാതെ കാറ് സൂക്ഷ്മമായിട്ട് അവിടെ വെച്ചിട്ട് വാസ്റ്റർ എന്റെ ഒരു 100 രൂപ ഉള്ളിപ്പോ ഇന്ന് ഇത് പിടിച്ചു ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് കൊടുക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല. ആമേൻ. അതല്ല തിരുവചനം പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ കർത്താവ് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിധവ കൊടുത്തതുപോലെ ബുദ്ധിമുട്ടിൽ നിന്ന് കൊടുക്കണം. എന്റെ അമ്മയ്ക്ക് പനിയാണ്, 2 ടാബ്ലറ്റ് മേടിക്കാൻ അല്ലെങ്കിൽ 5 ടാബ്ലറ്റ് മേടിക്കാൻ 10 രൂപ വേണം, എന്റെ 10 രൂപയുണ്ട്. അതേസമയം വേറൊരാൾ വന്ന് വേറൊരു ടാബ്ലറ്റിന് വേണ്ടി പൈസ ചോദിക്കുന്നു. അപ്പോൾ എന്റെ അമ്മയ്ക്ക് മേടിക്കേണ്ടിയ 10ൽ നിന്ന് 5 എടുത്ത് അടുത്ത ആളിന് കൊടുത്തു. എന്റെ അമ്മയ്ക്ക് 5 ഗുളിക മേടിക്കേണ്ട അടുത്ത് 2 or 3 ഗുളികയായിട്ട് നിർത്തി. സാക്രിഫൈസ്. അതാണ് കൊടുക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. കൊടുക്കുന്നത് നല്ലതാണ്, കൊടുക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമുണ്ട്. എന്നാൽ ഞാൻ അഭിപ്രായപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ദൈവം വേണം നമ്മളെപ്പറ്റി അഭിപ്രായം പറയാൻ. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞാട്ടെ. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി തരുമ്പോൾ ഇത് വീട്ടിലെ പൈസ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് തരുന്നതിൽ നിന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കണം. ഐസ്ക്രീം മേടിക്കാനല്ല, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ശമ്പളമൊക്കെ പിന്നീട് തരും. കാരണം നമ്മൾ വിശ്വസ്തരാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ദൈവം നമുക്ക് കൂടുതൽ ശമ്പളം തരും, അർഹതയില്ലാത്ത ജോലികളൊക്കെ തരും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കൊരു സ്തോത്രം പറഞ്ഞേക്കണം ഇടയ്ക്കിടയ്ക്ക്. ആമേൻ. അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ, നമ്മുടെ ഹൃദയവും സ്വർഗത്തിൽ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ വിചാരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് താഴ്ത്തി വെക്കാം. എന്റെ ഭാരം ഇറക്കി വെക്കുവാൻ ഒരു നല്ല സങ്കേതം ആ മാർവിൽ ഞാൻ ചാരിടും, എന്റെ യേശു എത്ര നല്ലവൻ. നമ്മളിന്ന് പാടി, ഇല്ല ഞാൻ തളരില്ല, എന്റെ എല്ലാം എന്റെ സമ്പത്ത്, എന്റെ ബന്ധത്തിലുള്ളവര്, എന്റെ സഹോദരങ്ങളെല്ലാം മാറിപ്പോയാലും ഞാൻ തളരുകയില്ല. ആമേൻ. തിരുവചനം പറയുന്നു, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. എല്ലാവരും മാറിപ്പോട്ടെ, എല്ലാം മാറിപ്പോട്ടെ, നഷ്ടങ്ങൾ സംഭവിക്കട്ടെ. തിരുവചനം പറയുന്നു, എന്നാലും ഒരു കുഴപ്പവുമില്ല, ദൈവം നമ്മളെ നോക്കിക്കൊള്ളും എന്ന് തിരുവചനം പറയാണ്. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഇതാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഇനി നമ്മൾ വിചാരപ്പെട്ടാൽ തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു മുഴം കൂട്ടാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടി കരുതുന്നവൻ നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് പ്രാർത്ഥിച്ചായിട്ട് തിരുവചനത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്